മൈ ചാനൽ അഗെയിൻ. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഒക്കെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്നൊരു വീഡിയോ ഇടാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു വീഡിയോ ആയതുകൊണ്ട് അടിക്കാൻ സെറ്റാക്കാനൊന്നും പറ്റിയില്ല. ഏതായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കനാൽ ടൂറാണ്. ഇപ്പോൾ ഇത് മെഴുകുതിരി സ്ഥലം ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി കാണും. കനാൽ തുറന്നിട്ടില്ല. അപ്പോൾ എപ്പോൾ വേണേലും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കാണ്ടിരുന്നപ്പോൾ അപ്പുറത്തൊരു പട്ടി വന്ന് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റിയില്ല. ഏതായാലും ഈ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മളിനി അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ കുറേ ചെടികളെ കുറിച്ച് പഠിക്കാൻ കാണുമായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം കൂടി കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ജസ്റ്റ് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇവിടെ വേണ്ട ഒത്തിരി ചെടികളുണ്ട്. നമ്മുടെ കനാലിൻ്റെ റോഡിലെ നാട്ടുമ്പുറത്തെ കാര്യങ്ങളാണ് ഗൈസ്. അതെല്ലാം വേണ്ട ഒരു കുഞ്ഞു തുമ്പി എവിടെല്ലാം ഇങ്ങനെ പറന്ന് കളിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ലൊരു തുമ്പല്ലേ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗായ്സ് ഇപ്പോൾ നമ്മുടെ പട്ടി പോയെന്ന് തോന്നുന്നു. നമ്മുടെ വ്ളോഗ് നന്നായിട്ട് നടന്നു പോകുന്നു. അപ്പോൾ ഗായ്സ് നമ്മുടെ കുറേ ചെടികളുണ്ട് ഇവിടെ. നല്ല നല്ല ബുഷസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ വരും. ഓരോരുത്തരൊക്കെ വന്ന് ചിലപ്പോഴൊക്കെ ഇതൊക്കെ അങ്ങ് വെട്ടിക്കൊണ്ട് പോകും. ഈ മനോഹരമായ കാര്യങ്ങളൊക്കെ ആരും വെട്ടരുതെന്ന് ഞാൻ പറയുന്നു. കാരണം ഈ പുല്ലുകളും ഈ ചെടികളും ഈ മരങ്ങളൊക്കെയാണ് നമുക്ക് തണലേകുന്നത്. നമ്മൾ ഇതൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടി തണലേകാൻ പിന്നെ ആരുണ്ട്? ഈ പുല്ലുകൾ നോക്ക്. പുല്ലുകളിനകത്ത് നമ്മൾ കുറച്ച് നേരം നിന്നാൽ മതി. നമ്മുടെ കാലൊക്കെ നല്ലപോലെ തണുത്ത് നമ്മുടെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാൻ പോവാണ്. ഈ ലോകത്തിലെ ഈ ഗ്രാസ് ഫാമിലിയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രാസ് ഏതാ നിങ്ങൾക്കറിയോ? അതാണ് ബാമ്പു. ഗ്രാസ് ഫാമിലിയിലെ ഏറ്റവും വലിയ ഗ്രാസാണ്. എൻ്റെ വയലെപ്പോഴും ഗ്ലാസ് ആണ് വരുന്നത്. ബാമ്പു ആണ് ഗ്രാസ് ഫാമിലിയിലെ ഏറ്റവും വലിയ ഗ്രാസ്. പക്ഷേ നമുക്കിപ്പോൾ അത് കാണുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ ഒരു മീഡിയം സൈസാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ബാമ്പു എങ്ങനെ ഗ്രാസ് ഫാമിലി പെടുന്നതെന്ന്. പക്ഷേ അത് ഗ്രാസ് ഫാമിലി പെടുന്നതാണ്. നിങ്ങൾ എത്ര പറഞ്ഞാലും അതൊരു ഗ്രാസ് ഫാമിലി പെടുന്ന ഒരു കാര്യമാണ്. 3ാം ക്ലാസ്സിൽ നിങ്ങൾക്കിത് 3ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലും നമ്മുടെ ഇംഗ്ലീഷ് പറയാം എൻവയോൺമെൻ്റൽ സയൻസ്, അതായത് EVSനകത്ത് നമുക്ക് ഈ പൂക്കളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും ഒക്കെ പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും ഈ കനാലിൻ്റെ സൈഡിൽ വന്നാലും ഗൈസ് ഞാൻ ഈ പൂ 2 പറിച്ചിട്ടേ പോകത്തുള്ളൂ. എനിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൂ നോക്കിക്ക് എന്തൊരു രസമല്ലേ കാണാൻ. ഞാൻ ഈ പൂ ഇങ്ങനെ പറിച്ചിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ വെക്കും. നല്ല ഫിങ്ങില്ലേ കാണാൻ. ഇപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ടൂർ തുടങ്ങാം. ഈ സാധനം നമുക്ക് കഴിക്കാൻ പറ്റും. ഈ സാധനം നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പം ഞാനത് കഴിക്കുന്നില്ല. ഇപ്പോൾ ഈ സൈഡിലൊക്കെ പട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് നല്ലൊരു സാധനമാണേലും നമുക്കത് കഴിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടൂറ് തുടരാം. അപ്പോൾ നിങ്ങളിൽ പലരും വേണ്ടേ ഈ ഒരു സാധനം ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ നടക്കാറില്ലേ? ഇങ്ങനെ പറിച്ചിട്ട് നടക്കുന്നവർ എത്ര പേരുണ്ട് ഗൈസ്? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിപ്പോൾ ഒരു പാവം ചെടിയല്ലേ, എനിക്ക് ഇതിനെ തടാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളിതുപോലെ പറിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇതൊന്നും പറിക്കല്ലെന്ന്. അപ്പോൾ നിങ്ങൾ പറിക്കല്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്തെ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.